ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലായിട്ട് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് വരാവുന്ന എക്സാമിലെ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതില് ലാസ്റ്റ് മൊഡ്യൂള് ലെയ്ത്ത് ആണ് വരുന്നത്. അപ്പൊ ആ ലെയ്ത്തിന്റെ കുറച്ച് MCQ ഇതിന് മുന്നേ ചോദിച്ച എക്സാമിലെ കുറച്ച് MCQ നോക്കാം. ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലെയ്ത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലെയ്ത്തിന്റെ ഓപ്പറേഷൻസ് പഠിക്കണം, ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻസ് പഠിക്കണം, ലെയ്ത്തിന്റെ പാർട്സും ഓരോ പാർട്സിന്റെയും ഫംഗ്ഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ലെയ്ത്തിൽ അറ്റാച്ച് ചെയ്യുന്ന അറ്റാച്ച്മെന്റുകൾ, അതേപോലെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ലെയ്ത്തിന്റെ ടൂൾസും ആണ് നമുക്ക് ലെയ്ത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരിക്കുക. അപ്പോൾ ആ ലെയ്ത്തുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ ലെയ്ത്ത് വിച്ച് പാർട്ട് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ മീൻസ് ടു അസംബിൾ ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ഡ്രൈവ് ഫ്രം ദ മെയിൻ മോട്ടോർ ടു ദി വർക്ക്? ഓപ്ഷൻ എ ഹെഡ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ സി ലെയ്ത്ത് ബെഡ്, ഓപ്ഷൻ ഡി കാരേജ്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? In a lathe, which part is used to provide means to assemble the work holding devices and transmit the drive from the main motor to work? അല്ലെ, എന്താണ്? ഹെഡ് സ്റ്റോക്ക് ആണ് അല്ലെ വരുന്നത്. അപ്പൊ ഹെഡ് സ്റ്റോക്ക് ആണ് ഓപ്ഷന് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഹെഡ് സ്റ്റോക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒരു ലെയ്ത്തിന്റെ ഫിഗർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ലെയ്ത്തിന്റെ ഫിഗറിൽ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഹെഡ് സ്റ്റോക്ക് ഉണ്ടായിരിക്കുക, റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ടെയിൽ സ്റ്റോക്കിനെ നമ്മൾ നോർമലി ഡെഡ് സെന്റർ എന്നും ഹെഡ് സ്റ്റോക്കിനെ നമ്മൾ ലൈവ് സെന്ററും എന്ന് വെക്കും. ഇവിടെയാണ് നമ്മളുടെ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുക. ഈ ചക്കിലായിരിക്കും. ചക്ക് നമുക്ക് 3-വേ ചക്ക്, 4-വേ ചക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുണ്ട്. ഫേസ് പ്ലേറ്റ് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ദെൻ സെന്ററിൽ നമുക്കൊരു കാരേജ് ഉണ്ട്, അതിലൊരു ആപ്രൺ ഉണ്ട്, അതിൻ്റെ മുകളിൽ കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലെ. ലെയ്ത്ത് ബെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ലീഡ് സ്ക്രൂവും ഫീഡ് റോഡും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ നമ്മളുടെ ഗിയർ മെക്കാനിസം കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ലെയ്ത്തിന്റെ മൊത്തം ഭാഗങ്ങൾ എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാർട്സ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്? Capacity to fit accessories and attachments for performing the different operations. Option B, maximum diameter of work that can be held. Option C, maximum length of the work that can be turned between centers. Option D, both B and C. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ വെച്ചാൽ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ ആണ് ചോദിച്ചത്. ഏതാണ്? കപ്പാസിറ്റി ടു ഫിറ്റ് ദ ആക്സസറീസ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് for performing the different operation. Maximum diameter of the work can be held. Maximum length of the work can be turned between centers. അല്ലെ, അത് രണ്ടും ഓപ്ഷൻസ് തരണം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബോത്ത് ബി ആൻഡ് സി ആണ് വരുന്നത് അല്ലെ. ഒന്നാമത്തെ തെറ്റാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദി ലെയ്ത്ത് ഈസ് ഫിറ്റഡ് ഓൺ ദി ടോപ്പ് ആൻഡ് ടു ദി ഫ്രണ്ട് ഓഫ് ദി ക്രോസ് സ്ലൈഡ്? ഓപ്ഷൻ എ കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, ഏപ്രൺ, സാഡിൽ. വിച്ച് പാർട്ട് ഓഫ് ദി ലെയ്ത്ത് ഈസ് ഫിറ്റ് ഓൺ ദി ടോപ്പ് ആൻഡ് ദ ഫ്രണ്ട് ഓഫ് ക്രോസ് സ്ലൈഡ്? ക്രോസ് സ്ലൈഡിന്റെ ഫ്രണ്ടിലും ടോപ്പിലായിട്ട് ഘടിപ്പിക്കുന്ന അല്ലെ ഏതാണ് ഭാഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കോമ്പൗണ്ട് റെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എവിടൊക്കെയാണ് ലെയ്ത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് ഏവർക്കും, നമ്മളെല്ലാവരും തന്നെ ലെയ്ത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, ലെയ്ത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ലെയ്ത്തിൽ വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ അറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇത് വരുന്നത്. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാമിന്റെ ഡേറ്റ് നവംബർ 11 മറക്കണ്ട. അപ്പൊ കറക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ അഡ്മിഷൻ എടുക്കുക, കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലെയ്ത്ത് ടൂൾ carbon and tungsten are the chief alloying elements and it is manufactured by powder metallurgy technique? Option A, high carbon steel. Option B, high speed steel. Option C, carbide tool. Option D, stilite tool. അപ്പൊ ഇതിൽ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലെയ്ത്ത് ടൂൾ, ഏത് ടൈപ്പ് ഓഫ് ലെയ്ത്ത് ടൂളാണ് കാർബൺ ആൻഡ് ടങ്സ്റ്റൺ ആർ ചീഫ് അലോയിങ് എലമെന്റ്സ്?
കാർബണും ടങ്സ്റ്റണും ചീഫ് അലോയിങ് എലമെന്റ്സ് ആകുന്നത് മാനുഫാക്ചറിങ് പൗഡർ മെറ്റലർജി ടെക്നിക്കിൽ അതിൽ ഏത് ടൂളിലാണ് എന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതാണ്? കാർബൈഡ് ടൂളിലാണ്. ആൻസർ വരുന്നത് ഏതാണ്? കാർബൈഡ് ടൂളാണ്. കാർബൈഡ് ടൂൾ എന്താന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാർബൈഡ് ടൂളും കാര്യങ്ങളും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. കാർബൈഡ്സ് ആർ യൂസ്ഡ് ഫോർ ടൂൾ മെറ്റീരിയൽ ബിക്കോസ് ദെയർ ഹൈ ഹാർഡ്നെസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഹൈ ഇലാസ്റ്റിക് മൊഡ്യൂൾസ്, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ലോ തെർമൽ എക്സ്പാൻഷൻ. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാർബൈഡ് ഒരു ടൂൾ മെറ്റീരിയൽ ആയി ഉപയോഗിക്കുന്നത്. എന്തൊക്കെയുണ്ട്? ഹൈ ഹാർഡ്നെസ് ഉണ്ട്, വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്, ഹൈ ഇലാസ്റ്റിക് മോഡുലസ് ഉണ്ട്, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ലോ തെർമൽ എക്സ്പാൻഷൻ. അല്ലേ? ഹൈ ഹാർഡ്നെസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. വലിയൊരു ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതൊന്നും അതിന്റെ ഹാർഡ്നെസ്സിനെ ബാധിക്കില്ല. ദെൻ അടുത്തൊരു പോയിന്റ് നോക്കാം. ദീസ് ടൂൾസ് ആർ ബീങ് ഡെവലപ്ഡ് ടു മീറ്റ് ചലഞ്ചസ് ഫോർ ഇൻക്രീസിങ് ഹൈ സ്പീഡ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Tools cannot be used at low speeds. As a low speed, the chips of workpiece materials are welded to surface on the tool and increases its wear. Carbides, which are non-ferrous alloys, are also called sintered carbides because they are manufactured by powder metallurgy techniques. അപ്പോൾ കാർബൈഡ് ടൂൾസും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which type of tool post consists of circular tool post body and a pillar with a slot of accommodating the tool or tool holder? Which type of tool post consists of circular tool post body and pillar with a slot of accommodating the tool and tool or tool holder? Single way tool post, indexing type tool post, 4-way tool post, quick change tool post. 4 ടൂൾ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് സിംഗിൾ വേ ടൂൾ പോസ്റ്റ് ആണ്. ആൻസർ വരുന്നത് സിംഗിൾ വേ ടൂൾ പോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പ്ലേസ് ദ ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് ഇൻ ദ ടെയിൽ സ്റ്റോക്ക്? ടെയിൽ സ്റ്റോക്കിൽ എവിടെയാണ് ആ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബോഡി ഓഫ് ദി ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ ബി റിയർ എൻഡ് ഓഫ് ദി ബേസ്, ഓപ്ഷൻ സി ബോട്ടം ഓഫ് ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ ഡി ഫ്രണ്ട് എൻഡ് ഓഫ് ടെയിൽ സ്റ്റോക്ക്. എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, റിയർ എൻഡ് ഓഫ് ബേസ്. ബേസിന്റെ റിയർ എൻഡിലാണ് അതിന്റെ ഗ്രാജുവേഷൻസ് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യന്. വേർ ഈസ് ദ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾസ് ആർ ഹോൾഡിംഗ് ഇൻ എ ലെയ്ത്ത് ഓപ്പറേഷൻ? എവിടെയാണ് അല്ലെ കട്ടിംഗ് ടൂൾസ്, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ലെയ്ത്ത് ഓപ്പറേഷനിൽ? ലെയ്ത്തിന്റെ ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എ ഹെഡ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി ടെയിൽ സ്റ്റോക്ക്, ഓപ്ഷൻ സി ടൂൾ പോസ്റ്റ്, ഓപ്ഷൻ ഡി സാഡിൽ. എവിടെയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ടെയിൽ സ്റ്റോക്കിലാണ് ആൻസർ വരുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which type of lathe cutting tools are made up of 2 different metals? Which type of lathe cutting tools are made up of 2 different metals? Option A solid tools, option B throw away tool, option C brace tool, option D inserted bits. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ബ്രേസ്ഡ് ടൂൾസ് ആണ് ആൻസർ വരിക. ഏതാണ്? ലെയ്ത്ത് കട്ടിംഗ് ടൂൾസ് 2 ഡിഫറെന്റ് മെറ്റൽസ് ഉപയോഗിച്ചിട്ട് ഇതാക്കുന്നതാണ് ബ്രേസിംഗ് ടൂൾസിനാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്. കട്ടിംഗ് സ്പീഡ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ വിച്ച് യൂണിറ്റ്? അല്ലെ, കട്ടിംഗ് സ്പീഡിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. മില്ലിമീറ്റർ പെർ മിനിറ്റ് ആണോ, സെന്റിമീറ്റർ പെർ മിനിറ്റ് ആണോ, മീറ്റർ പെർ സെക്കൻഡ് ആണോ, മീറ്റർ ബൈ മിനിറ്റ് ആണോ? അതായത് നമ്മളുടെ കട്ടിംഗ് സ്പീഡ്, നമ്മൾ ലെയ്ത്തിലൊക്കെ കട്ട് കൊടുക്കുന്നതിന്റെ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. മീറ്റർ പെർ മിനിറ്റ് ആണ് ആൻസർ വരുന്നത് അല്ലെ. മീറ്റർ പെർ മിനിറ്റ് ആണ് ലെയ്ത്തിന്റെ കട്ടിംഗ് സ്പീഡിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്. വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പർ ഈസ് യൂസ്ഡ് ഇൻ ബോർസ് ഓഫ് സ്പിൻഡിൽസ് ആൻഡ് നോസസ് ഓഫ് ലെയ്ത്ത്? അതായത് സ്പിൻഡിലിന്റെ ബോർസിലും അതേമാതിരി ലെയ്ത്തിന്റെ നോസിലൊക്കെ ഉപയോഗിക്കുന്ന ടാപ്പർ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മോയിസ്റ്റ് ടാപ്പർ, ഓപ്ഷൻ ഡി ഷാർപ്പ് ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടാപ്പർ,
ഓപ്ഷൻ സി പിൻ ടാപ്പർ, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് പിൻ ടാപ്പർ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മോയ്സ് ടാപ്പർ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പല സ്ഥലങ്ങളിലും മോയ്സ് ടാപ്പർ കണ്ടിട്ടുണ്ട് അല്ലെ. ഡ്രില്ലിന്റെയും കാര്യങ്ങളൊക്കെ, ഡ്രിൽ ബിറ്റിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോയ്സ് ടാപ്പർ നമ്മൾ ചോദിക്കാറുണ്ട്. ഡ്രിൽ ബിറ്റിന്റെ അവിടുത്തെ ടാപ്പ് ഇതൊക്കെ നോർമലി ചോദിക്കുന്ന മോയ്സ് ടാപ്പർ. രണ്ടാമത്തെ ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടാപ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പിൻ ടാപ്പർ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ സ്റ്റാൻഡേർഡ് പിൻ ടാപ്പർ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മോയ്സ് ടാപ്പർ തന്നെയാണ് ആൻസർ. അത് സ്പിൻഡിലൊക്കെ ഉപയോഗിക്കുന്ന ടാപ്പറാണ് മോയ്സ് ടാപ്പർ എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് ലെയ്ത്തിൽ നിന്ന് ചോദിച്ച 10 ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ലെയ്ത്തിന്റെ ഓപ്പറേഷൻസ്, ലെയ്ത്തുമായി ബന്ധപ്പെട്ട കട്ടിംഗ് സ്പീഡ്, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിറ്ററിന്റെ എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കൃത്യമായിട്ട് എന്താണോ പഠിക്കേണ്ടത് എന്നുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും മെറ്റീരിയൽസും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ് വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.